എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. കൊല്ലവർഷം 1202 ആണ്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ കന്നിരാശിയിൽ ഉൾപ്പെടുന്ന അത്തം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളും അതിനുള്ള പരിഹാര മാർഗങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ വിശകലനം ചെയ്യുന്നത്. അത്തം നക്ഷത്രക്കാരുടെ ഈ വർഷത്തെ പ്രധാന ഗ്രഹസഞ്ചാരം നോക്കിയാൽ 2026 ഒക്ടോബർ 31 വരെ വ്യാഴം നിങ്ങളുടെ 11ാം ഭാവമായ കർക്കിടകത്തിൽ തുടരുകയാണ്. തുടർന്ന് 2027 ജനുവരി 24 വരെ 12ാം ഭാവമായ ചിങ്ങത്തിലും, അതിനുശേഷം വീണ്ടും 2027 ജൂൺ 25 വരെ കർക്കിടകത്തിലേക്ക് വക്രഗതിയായി തിരിച്ചെത്തുകയും തുടർന്ന് ചിങ്ങൻ രാശിയിലേക്ക് മാറുകയും ചെയ്യുന്നുണ്ട്. 2027 ജൂൺ വരെ ശനി 7ാം ഭാവമായ മീനൻ രാശിയിൽ സഞ്ചരിക്കുകയും അതിനുശേഷം 8ാം ഭാവമായ മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നുണ്ട്. 2026 ഡിസംബർ 5-ന് രാഹു 6ാം ഭാവമായ കുംഭത്തിൽ നിന്ന് 5ാം ഭാവമായ മകരത്തിലേക്കും കേതു 12ാം ഭാവത്തിൽ നിന്ന് 11ാം ഭാവമായ കർക്കിടകത്തിലേക്കും രാശി മാറുന്നുമുണ്ട്. ഈ വലിയ ഗ്രഹമാറ്റങ്ങൾ അത്തം നക്ഷത്രക്കാരുടെ വിവിധ മേഖലകളിൽ എന്തൊക്കെ സ്വാധീനങ്ങളാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിലൂടെ വിശദമായി പരിശോധിക്കാം. ആദ്യമായി തൊഴിൽ രംഗം നോക്കാം. 1202 ആണ്ടിൻ്റെ ആദ്യ പകുതി, അതായത് വ്യാഴം 11ാം ഭാവമായ കർക്കിടകത്തിൽ സ്ഥിതി ചെയ്യുന്ന സമയം അത്തം നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായി വളരെ മികച്ച സമയമാണ്. മുൻപ് ചെയ്ത അധ്വാനത്തിനൊക്കെ അർഹമായ ഫലമൊക്കെ ലഭിക്കും. പ്രമോഷനും അംഗീകാരവും ഒക്കെ ലഭിക്കുന്നതാണ്. മേലധികാരികളിൽ നിന്ന് പ്രശംസയും പുതിയ ചുമതലയും ഒക്കെ നിങ്ങളെ തേടിയെത്തുന്നതാണ്. അതുപോലെ തൊഴിലില്ലാതെ ഇരിക്കുന്ന അത്തം നക്ഷത്രക്കാർക്ക് വിദേശത്തോ സ്വദേശത്തോ അനുയോജ്യമായ ജോലി ലഭിക്കാൻ 2026 ഒക്ടോബർ വരെയും പിന്നീട് 2027 ജനുവരി മുതൽ ജൂൺ വരെയുള്ള കാലയളവിലും അനുകൂലമായ സാഹചര്യവും ഉണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ശനി 7ാം ഭാവത്തിലാണ്. 7ാം ഭാവത്തിൽ തുടരുന്നതിനാൽ സഹപ്രവർത്തകരുമായോ പങ്കാളികളുമായോ ഒക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. സംസാരത്തിലും ഇടപെടലിലും ഒക്കെ ഒരു മിതത്വം പാലിക്കേണ്ടതാണ്. 2027 ജൂണിനാണ് ശനി രാശി മാറുന്നത്. ആ ശനി അഷ്ടമഭാവത്തിലേക്കാണ് മാറുന്നത്. അഷ്ടമഭാവത്തിലേക്ക് ശനി മാറുന്നതോടെ തൊഴിൽ രംഗത്ത് അല്പം സമ്മർദ്ദവും അതുപോലെ അനാവശ്യമായ സ്ഥലം മാറ്റങ്ങളും ഒക്കെ വരാൻ സാധ്യതയുള്ളതിനാൽ ഈ സമയത്ത് ജോലിയിലൊക്കെ അല്പം ശ്രദ്ധിക്കേണ്ടതുമാണ്. ഇനി ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന അത്തം നക്ഷത്രക്കാർ എന്തൊക്കെ മാറ്റങ്ങളാണ് ബിസിനസ്സുകാർക്കുണ്ടാകുന്നതെന്ന് നോക്കാം. 2026 ഒക്ടോബർ വരെ 11-ലെ വ്യാഴവും 6-ലെ രാഹുവും ഒക്കെ പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കുന്നതിനും നിലവിലുള്ള ബിസിനസ്സൊക്കെ വികസിപ്പിക്കുന്നതിനും ഒക്കെ നല്ല സമയമാണ്. നിക്ഷേപങ്ങളിൽ നിന്നൊക്കെ നല്ല ലാഭമൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർ 7ാം ഭാവത്തിൽ കണ്ടകശനി ഉള്ളതിനാൽ പങ്കാളിയുമായിട്ട് പൂർണ്ണമായ സുതാര്യതയൊക്കെ പുലർത്തുക. സാമ്പത്തിക ഇടപാടുകളിലൊക്കെ രേഖകളൊക്കെ കൃത്യമായി സൂക്ഷിക്കണം. അതുപോലെ 2026 ഡിസംബർ 5-ന് രാഹു 5ാം ഭാവത്തിലേക്കൊക്കെ രാശി മാറുമ്പോൾ വലിയ തുകകളുടെ റിസ്ക്കൊക്കെയുള്ള നിക്ഷേപങ്ങളിൽ അല്പം ജാഗ്രത പാലിക്കണം. ഊഹക്കച്ചവടം, ഷെയർ മാർക്കറ്റ് എന്നിവയിലൊക്കെ വിദഗ്ധ ഉപദേശമൊന്നുമില്ലാതെ ഇറങ്ങിത്തിരിക്കുകയും അരുത്. ഇനി സാമ്പത്തികം എങ്ങനെയുണ്ടെന്ന് നോക്കാം. സാമ്പത്തിക തടസ്സങ്ങളൊക്കെ നീങ്ങി ധനാഗമനത്തിനൊക്കെയുള്ള വഴികൾ തെളിയുന്ന ഒരു വർഷമാണിത്. 11-ലെ വ്യാഴത്തിൻ്റെയൊക്കെ അനുഗ്രഹത്താൽ കുടിശ്ശികയായിട്ടൊക്കെ കിടന്ന പണമൊക്കെ തിരികെ ലഭിക്കുന്നതാണ്. അതുപോലെ മുൻകാല നിക്ഷേപങ്ങളിൽ നിന്നുള്ള വരുമാനമൊക്കെ വർദ്ധിക്കുന്നതാണ്. വ്യാഴം 12ാം ഭാവത്തിലേക്ക് രാശി മാറുമ്പോൾ 2026 നവംബറിലും 2027 ജനുവരിയിലും ഈ സമയത്ത് വീട് പുതുക്കി പണിയൽ, അതുപോലെ എന്തെങ്കിലും ശുഭകാര്യങ്ങൾക്കൊക്കെ ആയിട്ട്, അതുപോലെ വിദേശയാത്ര എന്നിവയ്ക്കായിട്ടൊക്കെ കൂടുതൽ പണം ചിലവാകാം. ഇത് ആവശ്യമായ ചിലവുകളായതിനാൽ ഭയപ്പെടേണ്ട കാര്യമില്ല. കടങ്ങളൊക്കെ വീട്ടാനും സാധിക്കുന്നതാണ്. പുതിയ വായ്പകളൊക്കെ എടുക്കുമ്പോൾ കഴിവതും തിരിച്ചടയ്ക്കാനുള്ള ശേഷിയൊക്കെ ഉറപ്പുവരുത്തേണ്ടതുമാണ്. ഇനി കുടുംബജീവിതം എങ്ങനെയുണ്ടെന്ന് നോക്കാം. കുടുംബജീവിതത്തിൽ അത്തം നക്ഷത്രക്കാർക്ക് സമ്മിശ്രമായ ഫലങ്ങളാണ് കണ്ടുവരുന്നത്. കുടുംബത്തിൽ വിവാഹം, അതുപോലെ സന്താനങ്ങളുടെ ജനനം, ഗൃഹപ്രവേശം തുടങ്ങിയ മംഗളകർമ്മങ്ങളൊക്കെ നടക്കാൻ സാധ്യത വളരെയധികം കൂടുതലാണ്. 7ാം ഭാവത്തിൽ ശനിയൊക്കെ നിൽക്കുന്ന കണ്ടകശനി കാലമായതിനാൽ പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധ വേണം. നിസ്സാര കാര്യങ്ങൾക്ക് തർക്കങ്ങളിലൊക്കെ ഏർപ്പെടാതിരിക്കാൻ അത്തം നക്ഷത്രക്കാർ പരമാവധി ശ്രമിക്കണം. പരസ്പര വിട്ടുവീഴ്ചയും വിശ്വാസവും അതുപോലെ വിട്ടുവീഴ്ച മനോഭാവം ഒക്കെ പുലർത്തി മുന്നോട്ട് പോകേണ്ടതാണ്.
അങ്ങനെയൊക്കെ പോയാൽ കുടുംബ സമാധാനം നിലനിൽക്കുന്നതാണ്. ഈ സമയത്ത് സഹോദരങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ഒക്കെയുള്ള പിന്തുണയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികളുടെ കാര്യം നോക്കാം. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം മികച്ച വിജയങ്ങളൊക്കെ സമ്മാനിക്കുന്ന ഒരു വർഷമാണ്. വിദേശത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രമുഖ സ്ഥാപനത്തിലോ ഒക്കെ ഉന്നത പഠനത്തിന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിച്ച വിഷയമൊക്കെ ലഭിക്കുന്നതാണ്. 2026 ഡിസംബർ വരെ 6-ാം ഭാവത്തിലാണ് രാഹു നിൽക്കുന്നത്. അത് മത്സര പരീക്ഷകളിലൊക്കെ ഉയർന്ന വിജയമൊക്കെ നേടാൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. ഡിസംബറിന് ശേഷം 5-ലെ രാഹു ആയതിനാൽ ശ്രദ്ധയൊക്കെ പതറാൻ സാധ്യതയുണ്ട്. അതുപോലെ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധയും കൃത്യമായ ടൈം ടേബിളും ഒക്കെ പാലിക്കേണ്ടതാണ്. ഇനി ആരോഗ്യകാര്യം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആരോഗ്യകാര്യത്തിൽ അത്തം നക്ഷത്രക്കാർ ഈ വർഷം അല്പം കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതുണ്ട്. കണ്ടകശനിക്ക് ശേഷം അഷ്ടമശനിയും ഒക്കെ വരുന്ന കാലമാണ്. 2027 ശേഷമാണ് അഷ്ടമശനി വരുന്നത്. ഇത് കാരണം ദഹന സംബന്ധമായ ബുദ്ധിമുട്ടുകളെ, അതുപോലെ വയറ് സംബന്ധമായ എന്തെങ്കിലും അസുഖങ്ങളെ, വാതസംബന്ധമായ പ്രശ്നങ്ങളെ എന്നിവയ്ക്കൊക്കെ സാധ്യതയും കാണുന്നുണ്ട്. ദീർഘദൂര യാത്രകളിലും വാഹനമൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ വാഹന ഉപയോഗത്തിലുമൊക്കെ അല്പം കൂടുതൽ ശ്രദ്ധയൊക്കെ പുലർത്തണം. കൃത്യമായ ഭക്ഷണക്രമവും അതുപോലെ ദിവസേനയുള്ള വ്യായാമവും ഒക്കെ പിന്തുടരുന്നത് ആരോഗ്യ പ്രശ്നങ്ങളെ ഒരു പരിധിവരെയൊക്കെ തടയാൻ സഹായിക്കുന്നതാണ്. ഇനി നിങ്ങളുടെ ഗ്രഹസ്ഥിതികളൊക്കെ അനുകൂലമാക്കാനും ദോഷഫലങ്ങളുടെയൊക്കെ തീവ്രത കുറയ്ക്കാനും എന്തൊക്കെ ലളിതമായ വഴിപാട് ഒക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ശാസ്താവിന് ശനിയാഴ്ചകളിൽ നീരാഞ്ജനം വഴിപാട് കഴിക്കുക. അതുപോലെ എള്ളുപായസമൊക്കെ വഴിപാടായി നടത്തുന്നത് നല്ലതാണ്. അതുപോലെ ഹനുമാൻ ചാലിസ ജപിക്കുന്നത് അഷ്ടമശനി കണ്ടകശനിയൊക്കെ ദോഷങ്ങളെ അകറ്റുന്ന വഴിപാടാണ്. അതുപോലെ വ്യാഴപ്രീതിക്ക് വ്യാഴാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുക. വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാലയോ അല്ലെങ്കിൽ മഞ്ഞപ്പൂക്കളോ ഒക്കെ സമർപ്പിക്കുന്നതും നല്ലതാണ്. അതുപോലെ രാഹു കേതുവിൻ്റെ പരിഹാരത്തിനായി സർപ്പക്ഷേത്രത്തിൽ ആയില്യം പൂജയൊക്കെ നടത്തുന്നത് ഗുണം ചെയ്യും. അതുപോലെ ശിവക്ഷേത്രത്തിൽ ധാരയൊക്കെ കഴിക്കുന്നതും ശിവക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്നതും നന്നായിരിക്കും. മൊത്തത്തിൽ നോക്കുമ്പോൾ 1202 ആണ്ട് അത്തം നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായും തൊഴിൽപരമായും വലിയ വളർച്ചയൊക്കെ തരുന്ന വർഷമാണ്. ചെറിയ ജാഗ്രതകളും കൃത്യമായ ഈശ്വരഭജനവുമൊക്കെ വഴി വരാവുന്ന ദോഷങ്ങളെയൊക്കെ മറികടന്ന് പൂർണ്ണ വിജയം വരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ അത്തം നക്ഷത്രക്കാരായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.